മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സർക്കാരിന്റെ വാദം പൊളിയുന്നു. ടൂറിസം വകുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച വിളിച്ച ഓൺലൈൻ യോഗത്തിന്റെ വിവരങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ അജണ്ട മദ്യനയമായിരുന്നു. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഡാൻ, ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇതുവരെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രധാനമായും മന്ത്രി എം പി രാജേഷ് പറഞ്ഞുകൊണ്ടിരുന്നത്, പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ച പോലും നടന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് പണം ആവശ്യപ്പെട്ട് എന്നുള്ള വാദങ്ങളൊക്കെ വരുന്നതെന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളൊക്കെ ഇവിടെ പൊളിയുകയല്ലേ നടക്കുന്നത്? ഭവ്യ, ഈ വിവാദമായ ബാർകോഴ ആരോപണവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ സിപിഎമ്മിന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു എക്സൈസ് മന്ത്രി കൂടിയായ എം പി രാജേഷ് സെക്രട്ടേറിയറ്റിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. പക്ഷേ മന്ത്രി അറിയാതെയോ അല്ലെങ്കിൽ ബോധപൂർവ്വം മറച്ചുവെക്കുകയോ ചെയ്ത തരത്തിൽ ആണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന വസ്തുത. അതായത് 21/5/2024 2:30, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച 2:30 ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേരാനിരുന്ന സൂം മീറ്റിംഗിന്റെ ലിങ്കും അതിന്റെ പാസ്വേഡും ID ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗമാണ് എന്ന് വ്യക്തമാക്കുന്ന സൂം ഡിസ്ക്രിപ്ഷനും ലിങ്കുമായിരുന്നു 21-ാം തീയതി ബാർ ഉടമകൾക്കടക്കം ലഭ്യമായത്. ഭവ്യ, ഡാൻ, അങ്ങനെയാണെങ്കിൽ മന്ത്രി എം പി രാജേഷ് അറിഞ്ഞിട്ടില്ല എന്ന് വേണമോ? ഇത്തരത്തിലൊരു യോഗം നടന്നതിന് എം പി രാജേഷ് അറിഞ്ഞില്ല, അതല്ലെങ്കിൽ അദ്ദേഹം അത് മനഃപൂർവ്വം മറച്ചുവെച്ചു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? എന്ത് മനസ്സിലാക്കണം ഈ വിഷയത്തിൽ? ഭവ്യ, ഇപ്പോൾ ഭവ്യ തന്നെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ എന്തോ ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ എക്സൈസ് മന്ത്രി അറിയാതെയാണ് ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതല്ല എങ്കിൽ മന്ത്രി എം പി രാജേഷ് കൃത്യമായ ധാരണയോടുകൂടി തന്നെ അക്കാര്യം മറച്ചുവെച്ചതായിരിക്കാം. പക്ഷേ ആദ്യം പറഞ്ഞത് സംഭവിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അതായത് എം പി രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ധാരണ ലഭിക്കാതെയാണ് അന്ന് അത്തരമൊരു പ്രതികരണം നടത്തിയത് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും കൃത്യമായി ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് ടൂറിസം ഡയറക്ടറുടെ അധ്യക്ഷതയിൽ തന്നെ 21-ാം തീയതി 2:30 ഉച്ചയ്ക്ക് ശേഷം 2:30 ഇത്തരത്തിലൊരു സൂം മീറ്റിംഗ് വിളിച്ചത് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഭവ്യ, ഡാൻ, പ്രതിപക്ഷം വലിയ ആയുധമാക്കിയാണ് ഈ ബാർ കോഴ 2.0 എടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയ ഇത്തരത്തിൽ മദ്യനയം ചർച്ച ചെയ്യാൻ വേണ്ടി പുതിയ യോഗം വിളിച്ചു എന്നുള്ള ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്ത, അത് പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമാവില്ലേ ഡാൻ? സ്വാഭാവികമായി അതുതന്നെ സംഭവിക്കാനാണ് സാധ്യത. ഇന്നലെ വൈകുന്നേരം ഈ ശബ്ദരേഖയിൽ പരാമർശിക്കപ്പെട്ടിരുന്ന സുനി, അദ്ദേഹം ബാർ അസോസിയേഷന്റെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം കൃത്യമായ, അതായത് വിശദീകരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് പണം പിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു സന്ദേശം അയച്ചത്. അതിന് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും നൽകേണ്ടതില്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹം ഈ വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. അത് സർക്കാരിന് താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസമായി മാറുകയും ചെയ്തിരുന്നു. കാരണം ആദ്യ ബാർക്കോഴ ആരോപണത്തിൽ അന്ന് ആരോപണം ഉന്നയിച്ച ബിജു രമേശ് പരസ്യ പ്രതികരണങ്ങളോട് തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെയും എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബുവിനെയും ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണിയും ഒക്കെ വെട്ടിലാക്കിയത്. പക്ഷേ ഇത്തവണ അതല്ല സംഭവിച്ചത്. അത് ഒരു ശബ്ദരേഖയുടെ രൂപത്തിൽ അത് പുറത്തു വരുന്നു. പക്ഷേ പരസ്യമായി അത്തരം ഒരു പണപ്പിരിവ് നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ ഒരു ബാർ ഉടമകളും അല്ലെങ്കിൽ അതിന്റെ അസോസിയേഷൻ ഭാരവാഹികൾ ആരും തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായുമില്ല. പക്ഷേ അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായ ധാരണ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് നീങ്ങുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ UDF ഏകോപന സമിതിയിൽ അടക്കം ഉയർന്നതും നിയമസഭാ സമ്മേളനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി സർക്കാരിനെ സമീപിക്കാനുള്ള ഒരു നീക്കം യോഗത്തിൽ കൈക്കൊണ്ടതും. അതിന് തൊട്ടു പിന്നാലെയാണ് നിഷേധിച്ചുകൊണ്ട്, ഈ ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് സുനി തന്നെ, അനിമോൻ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ പ്രതിപക്ഷത്തിന് വീണ്ടും ഒരു ആയുധം കിട്ടിയിരിക്കുന്ന സാഹചര്യമാണ്. അത് കൃത്യമായി തന്നെ ജൂൺ 10-ാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ വ്യക്തമായി പരാമർശിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ ഈ വിവാദം ഉണ്ടായ ദിവസം തന്നെ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെക്കണമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ്. സ്വാഭാവികമായി
ഇത്തരമൊരു ഈ ചർച്ചകൾ കൂടി, അതായത് മദ്യനയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചർച്ചകൾ കൂടി നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ വ്യക്തമായ തെളിവുകളോടെ പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഈ ടൂറിസം മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധം കടുപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ബാർക്കോഴ ആരോപണത്തിൽ മലക്കം മറഞ്ഞ ആരോപണം ഉന്നയിച്ച അനി രംഗത്ത് വന്നത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസമായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിലാണ് പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സർക്കാരിന്റെ വാദം പൊളിയുന്നത്.